എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് കുറേ അധികം സിനിമകൾ റിലീസ് ഉണ്ട്. ഉജ്ജ്വലൻ, ആസാദ്, നരിവേട്ട, അങ്ങനെ കുറേ സിനിമകൾ ഉണ്ട്. കാരണം സ്കൂൾ തുറക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ അതിനു മുമ്പ് റിലീസ് ചെയ്തതായിരിക്കാം. പിന്നെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ തുടരും വന്നതുകൊണ്ട് ആ സമയത്തൊന്നും സിനിമകളൊന്നും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് പൂർണ്ണ ഒരു തൃപ്തനായിട്ടാണ്. ഒരു നല്ല സിനിമ കണ്ട ആ സന്തോഷത്തോടെ ആ തൃപ്തിയോടുകൂടി ഇരിക്കുന്നത്. അപ്പോൾ ഏതാണ് നല്ല സിനിമ? അപ്പോൾ ഞാൻ ആസാദി എന്ന് പറയുന്നതിൻ്റെ ട്രയൽ എല്ലാം കണ്ടപ്പോൾ അത് കാണാനായിട്ട് പോയത്. പക്ഷേ തിയേറ്ററിൽ നിശ്ചിത ആളുകളില്ലാത്തത് കൊണ്ട് ആ സിനിമ കളിച്ചില്ല. അങ്ങനെ ഞാൻ വേറെ ഷോയ്ക്ക് വേറൊരു തിയേറ്ററിൽ പോയിട്ടാണ് നരിവേട്ട എന്ന് പറയുന്ന സിനിമ കണ്ടത്. സത്യം പറഞ്ഞാൽ ആ സൂപ്പർ സിനിമയാണ്. ഒരു തെറ്റും പറയാനില്ല സിനിമയിൽ, ഒരു തെറ്റുമില്ല പറയാൻ. ഏത് പ്രായക്കാർക്ക് പോയി കണ്ടിരുന്ന് രസിക്കാൻ പറ്റിയ സിനിമയാണ്. തിയേറ്ററിൽ തന്നെ പോയി കണ്ട് രസിക്കണം. അത് അല്ലാതെ OTTയിലോ അല്ലെങ്കിൽ അടുത്ത ഓണത്തിന് ഏഷ്യാനെറ്റിൽ വരുമെന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ സിനിമയുടെ ആ പെർഫെക്ഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കണ്ടാൽ മാത്രമേ അതിന് പൂർണ്ണമായ തൃപ്തി നമുക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ഐഡന്റിറ്റി എന്ന് പറയുന്ന ആ സിനിമയ്ക്ക് ശേഷം ടോവിനോ തോമസ് നായകനായി വന്ന ഒരു സിനിമയാണ് നരിവേട്ട. ടോവിനോ തോമസിന്റെ വ്യത്യസ്തമായ ഒരു അഭിനയ ചാരുതയാണ് ഇതിൽ കാണിച്ചു പോകുന്നത്. ആദ്യം ഒരു പച്ചയായ, അതായത് കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്ത ഒരു പച്ചയായ ഒരു കാമുകനായിട്ടും, പിന്നെ പോലീസിൽ ചേർന്ന് പോലീസുകാരനായിട്ടും, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സത്യത്തിനും നീതിക്കും വേണ്ടി, അതായത് ആരുമില്ലാത്തവ ആളുകളുണ്ടല്ലോ, നമ്മളെ കീഴാള ജനത അല്ലെങ്കിൽ അധകൃതര് എന്ന് പറയുന്നത്, അവർക്ക് സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടുന്ന ഒരാളായിട്ടും, അങ്ങനെ 3 വ്യത്യസ്തമായ കാറ്റഗറിയിലാണ് ടോവിനോ തോമസിന്റെ അഭിനയം ഇതിലുള്ളത്. ഈ സിനിമയെ നരിവേട്ട എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു എന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ നരവേട്ട എന്നാണ് ഇതിന് പേരിടേണ്ടത്. അതായത് എല്ലാ കാലഘട്ടത്തിലും സംസാരിക്കാൻ ആളില്ലാതെ പോകുന്ന അരികുവൽക്കരിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് വേണ്ടിയാണ് ഈ നരിവേട്ട എന്ന് പറയുന്ന സിനിമ സംസാരിക്കുന്നത്. ഒരു സിനിമ വരുമ്പോൾ അതിൽ നമ്മൾ എഴുതി കാണിക്കും. എന്താണത്? ഈ സിനിമയിലെ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. പക്ഷെ ഈ സിനിമ ഒരിക്കലും ഒരു സാങ്കല്പികമല്ല. കഴിഞ്ഞ കാല കഥകളുടെ ഒരു കൊമേഴ്സ്യൽ എലമെന്റ് വെച്ചിട്ട് എഴുതി പിടിപ്പിച്ച് വെച്ച സിനിമ. അപ്പോൾ ഒരു നടന്ന സംഭവത്തെ ഒരു സിനിമ ആക്കുമ്പോൾ അതിൽ തിരക്കഥാകൃത്തും സംവിധായകനും പ്രകടിപ്പിക്കുന്ന ഒരു വിഷമത ഉണ്ടല്ലോ. പക്ഷെ ഇതിൽ അങ്ങനെ ഒട്ടും കാണിക്കുന്നില്ല. കാരണം ഒരു കൊമേഴ്സ്യൽ എലമെന്റും നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ഏതൊരു രംഗവും, സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഒരു ലാഗിങ് ഇല്ലാതെ ഓരോ സീൻ ബൈ സീനും നമ്മൾ എടുത്തു നോക്കിയാൽ അതിമനോഹരമായിട്ട് ചിത്രീകരിച്ചും അതുകൂടാതെ തന്നെ സംഭാഷണങ്ങളും വളരെ ഭംഗിയാർന്നിട്ടുണ്ട്. നമുക്കറിയാം 2003 മുത്തങ്ങയിൽ ഒരു വെടിവെപ്പ് നടന്നു. ആ കഥ എടുത്തിട്ട് അതിന്റെ ബേസ് വെച്ചിട്ടാണ് ഈ കഥ ഉണ്ടാക്കിയിരിക്കുന്നത്. നരിവേട്ട എന്ന് പറയുന്ന ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. സിനിമയുടെ ആദ്യം കാണിക്കുന്നത് വെച്ചാല് ടോവിനോ തോമസിനെ ഒരു വേട്ടമൃഗത്തെ പോലെ ഒരു വേട്ടയാടി കുറച്ച് പോലീസുകാര് പിടിച്ചുകൊണ്ട് വന്നിട്ട് അവനെ ചോദ്യം ചെയ്യുന്നതാണ് ആദ്യം കാണിക്കുന്നത്. ടോവിനോ തോമസിന്റെ ഇതിലെ പേര് വർഗീസ് എന്നാണ്. അപ്പൊ ഒരു വർഗീസിനെ നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ പേരും എല്ലാം കൊണ്ടും ഈ സിനിമ പക്ക ഒരു രാഷ്ട്രീയ കൊമേഴ്സ്യൽ ക്രൈം ത്രില്ലർ സിനിമ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പൊ ആ വർഗീസ് എന്ന് പറയുന്ന പേരിൽ പോലും ചില രാഷ്ട്രീയം ഉണ്ടെന്നാണ് എന്നിലെ പ്രേക്ഷകൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരിട്ടാ പോലും വർഗീസ് എന്ന പേര് തന്നെ എന്തുകൊണ്ട് ഇട്ടു? അപ്പൊ അവിടെയാണ് ആ തിരക്കഥാകൃത്തിന്റെ മേന്മ എന്ന് പറയുന്നത്. തിരക്കഥയെ കുറിച്ച് പറയണ കുറെ പറയാനുണ്ട്. ഈ സിനിമയെ കുറിച്ച് പറയണ്ടെങ്കിൽ പറഞ്ഞാൽ തീരില്ല, അത്രയും ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ എന്താണെന്നാണ്. ഈ സിനിമ പക്ക ഒരു രാഷ്ട്രീയ സിനിമയാണ്. പക്ഷെ രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഉണ്ട്, സത്യമാണത്. പക്ഷെ അതില് ആരെയും തെറ്റുകാരനായിട്ട് ഇതിൽ പറയുന്നില്ല. ഒരു പ്രസ്ഥാനത്തെ അനുകൂലിച്ചുകൊണ്ടോ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ല ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു സംഭവം നടന്നു കേരളത്തിൽ, അതിന്റെ ഉള്ളിലെ കാര്യങ്ങളാണ്
പറയുന്നത്. അതിൽ ആരെയും വെള്ളപൂശാനോ ആരെയും തെറ്റുകാരനാണെന്നോ ഇതിൽ പറയുന്നില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിലെ അഭിനയം, മുത്തങ്ങ സമരം ആരാണ് മുന്നിൽ വെച്ച് നയിച്ച്, അല്ലെങ്കിൽ ആദിവാസി സ്ത്രീകളെ ഇപ്പോൾ മുന്നിൽ വെച്ച് നയിക്കുന്നവരാണ് നമുക്കറിയാം, CK ചാനു. അതുപോലെ സാദൃശ്യമുള്ള ഒരു അഭിനേത്ര ആര്യ സലീം, അത് അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിൽ CK ശാന്ത എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. അതുകൂടാതെ നമുക്കറിയാം മുത്തങ്ങ സമരത്തിലെ M ഗീതാനന്ദൻ, അദ്ദേഹമായിട്ടൊരു സാമ്യമുള്ള ഒരു കഥാപാത്രവും ഇതിൽ വന്നിട്ടുണ്ട്. അതിന്റെ പേര് എനിക്ക് അറിയത്തില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ സംഗീതമാണ്. ഇതിന്റെ സംഗീതം പ്രത്യേക രീതിയിലുള്ള സംഗീതം. അതായത് ആദ്യ പകുതി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ടൊവിനോ തോമസിന്റെ പ്രണയരംഗങ്ങളും മറ്റു കാര്യങ്ങളും, അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള സംഗീതവും, അതിനുശേഷം കാടിറങ്ങുമ്പോൾ, കാട്ടിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ആദിവാസികൾ പോകുമ്പോൾ, അല്ലെങ്കിൽ പോലീസുകാർ തമ്മിലുള്ള ആ മൽപ്പിടുത്തം, അവിടെയൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സംഗീതം ആണ് ചെയ്തു വെച്ചിട്ട്. ജയ്ക്ക് പി ജോയുടെ നല്ലൊരു സംഗീതമാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. പിന്നെ തിരക്കഥ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതായത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഒരു അബിൻ ജോസഫിന്റെ തിരക്കഥയാണ് ഇതില്. അപ്പൊ ഇതില് ചില തിരക്കഥയിലെ ഭംഗിയിലെ ചില ഇവർ തമ്മിലുള്ള പ്രണയരംഗങ്ങളിൽ ചില മോഹൻലാലിന്റെ ചില സിനിമകളെ കൂട്ടുപിടിച്ചിട്ടൊക്കെ ചില രംഗങ്ങൾ, കാരണം ഇവന് ഒരു IPS നേടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ടൊവിനോ തോമസ് നീങ്ങുന്നത് ആദ്യത്തിന്. അപ്പൊ അതിൽ കിങ്ങിലെ ഡയലോഗ്, ഭരത് ചന്ദ്ര IPSലെ ഡയലോഗൊക്കെ പറയുന്നുണ്ട്. അതുകൂടാതെ നാടോടിക്കാറ്റിലെ മോഹൻലാലിന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ആ ഡയലോഗുകളൊക്കെ അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. അതുകൂടാതെ ഇവൻ സ്നേഹിക്കുന്ന ഭാര്യയുടെ പിതാവ് ഇവനെ വിളിച്ചിട്ട് സംസാരിക്കാനായിട്ട് ചില, അപ്പൊ അദ്ദേഹത്തിന് മരക്കച്ചവടമാണ് ജോലി. അപ്പൊ ആ സമയത്ത് മരം കൊണ്ടുവന്നിട്ടുണ്ട് എന്നത് ഇയാളുടെ, അതായത് ഭാര്യയുടെ പിതാവിനോട് ഒരു തൊഴിലാളി വിളിച്ചു പറയുമ്പോൾ അതിന് ഉത്തരം നൽകുന്നുണ്ട്. അയാൾ വിളിച്ചു പറയുന്ന ആ സംഗതിക്ക് മരത്തിന്റെ കാര്യത്തിൽ ഉത്തരം പറയും. പക്ഷെ അത് യഥാർത്ഥത്തിൽ തൊഴിലും വരുമാനവും തൊഴിലും ഇല്ലാതെ നടക്കുന്ന ടൊവിനോ തോമസിന് ഒരു കുത്തുവെച്ചിട്ടുള്ള സംഭാഷണങ്ങളുടെ ഇടയിലുള്ളത്, അതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമ പറയുന്ന ആ വിഷയത്തിൽ ഊന്നി തന്നെയാണ് സിനിമ പോകുന്നത്. അതുകൂടാതെ നല്ല അവതരണ രീതി, ഏത് പ്രായമുള്ളവർക്കും ഏത് ഭാഷ, ഇതിലൊരു ഭാഷ ഒരു പ്രധാനമല്ല, നമുക്ക് ഭാഷ അറിയുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഭാഷയ്ക്കുപരി ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റ് ആണ് ഈ സിനിമ നമുക്ക് തരുന്നത്. എന്നിലെ പ്രേക്ഷകനെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമയാണ്. മറ്റൊരു കാര്യം ഇതിൽ പ്രത്യേകിച്ച് പറയുന്ന വെച്ചാൽ ഒരു സർക്കാർ സംവിധാനങ്ങൾ, അതായത് ആദിവാസികളെ എങ്ങനെ പരിഗണിക്കുന്നു എന്നത് ഇതിൽ പറയുന്നുണ്ട്. അതുകൂടാതെ മുഖ്യധാര സമൂഹത്തിന് മുന്നിൽ എങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നു അവര്. പിന്നെ അതുകൂടാതെ ഒരു സമരത്തിന് അങ്ങനെ സമരങ്ങൾ വരുമ്പോൾ പോലീസിലെ മേലുദ്യോഗസ്ഥര് തങ്ങളുടെ താഴെ ഉള്ളവരെ എങ്ങനെ സ്വന്തം വരുതിയിൽ വരുത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമ സംസാരിച്ചു പോകുന്നുണ്ട്. ഇതിൽ പിന്നെ ചില ഡയലോഗുകളാണ്, അതായത് ചോര വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി നൽകാതെ കാലം മുന്നോട്ട് പോകില്ല എന്നത് ഒരു ഡയലോഗുണ്ട്. അതുകൂടാതെ മറ്റൊരു ഡയലോഗുണ്ട്, ഈ നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നത് ഞാനല്ല, അവരായിരുന്നു. മണ്ണിനടിയിൽ നിന്ന് അവർ വിളിച്ച മുദ്രാവാക്യങ്ങളാണ് എൻ്റെ ശബ്ദങ്ങളായി പുറത്തു വന്നത്. ആ പെൺകുട്ടിയുടെ നിലവിളിയാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവരാണ് ശബ്ദമുയർത്തുക. എത്രയോ ഭംഗിയുള്ള നല്ല അർത്ഥവത്തായ ഡയലോഗ്. ഒരു സിനിമ എങ്ങനെയാണ് നല്ല സിനിമ ആവുന്നതിനുള്ള ഒരു ഉത്തമ ദൃഷ്ടാന്തമാണത്. നല്ലൊരു ബേസ് ഒരു കഥ ഉണ്ടാവണം, അതിൽ കെട്ടിപ്പറക്കിയ ഒരു തിരക്കഥ ഉണ്ടാവണം. അതുകൂടാതെ നല്ല ഒരു സംവിധാനം എത്തും. അതുകൂടാതെ നല്ല അഭിനേതാക്കള് ശരിക്കും അതിലേക്ക് ആഴ്ന്നിറങ്ങി നല്ല അഭിനയിക്കാം. അതുകൂടാതെ മ്യൂസിക്കും അതിൻ്റെ ചിത്രീകരണവും എല്ലാം വരുമ്പോൾ ആ സിനിമ ഭംഗിയുള്ളതായി എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായി മാറും. ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം 100% ഇതിനോട് നീതി പുലർത്തിയതുകൊണ്ട് ഈ സിനിമ ഒന്നൊന്നര നല്ലൊരു സിനിമ ആയിട്ടുള്ള ഒരു അനുഭവമാണ് പ്രേക്ഷകർക്ക് നൽകുക. അപ്പോൾ ഇത്രയുമാണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതിന് മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.